നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ശ്രീമദ്ഭാഗവത മഹാപുരാണം 8-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായം. അതിൽ 15-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം വാമനാവതാര ചരിതം. 14-ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇവിടെ ഭഗവാൻ നാടകം നടിച്ചു എന്ന് പരീക്ഷിത്ത് ശ്രീശുഖ മഹർഷിയോട് പറയുകയാണ്. യാജ്ഞാച്ഛലം അതാണ് ഉദ്ദേശിച്ചത്. യാചനയാകുന്ന നടനം അല്ലെങ്കിൽ ഈ കാപട്യം. യാചനയാകുന്ന കാപട്യം കൊണ്ടാണ്. എന്താ യാചന കാപട്യമല്ല, 3 അടി മണ്ണാണ് ചോദിച്ചത്. ചെറിയ രൂപത്തിൽ വന്ന് 3 അടി മണ്ണ് ചോദിച്ചു. അളന്നെടുക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞു. ബലി അത് കൊടുത്തു. അപ്പോൾ കൊടുക്കുമ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ഇത് ദേവന്മാരുടെ കാര്യസാധകനായിട്ടുള്ള വിഷ്ണുവാണ്, നിന്നെ ചതിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടില്ല. അപ്പോൾ ശപിച്ചു, ശ്രീ നഷ്ടപ്പെടട്ടെ എന്ന്. ഗുരുവിൻ്റെ ബ്രാഹ്മണൻ്റെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ അർഹതയായി മഹാവിഷ്ണുവിന്. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ശരീരത്തെ വലുതാക്കി വലിയ രൂപത്തെ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ആധാരമാക്കിക്കൊണ്ട് ഭൂമിയും താഴെയുള്ള ഭാഗങ്ങളും ഒരു കാലടി കൊണ്ടും പിന്നെ ശരീരവും ബാഹുക്കളും കൊണ്ട് അന്തരീക്ഷവും 2-ാമത്തെ കാലടി കൊണ്ട് ഊർധ്വലോകവും അളന്നു. അപ്പോൾ അതിൽ 4 ത്രികോണി ബാക്കിയായി. അപ്പോൾ ബ്രഹ്മാണ്ടം പൊളിഞ്ഞു. തുളഞ്ഞിട്ട് പുറത്തേക്ക് വരലുകൾ വന്നു. ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം ഉപയോഗിച്ചുകൊണ്ട് ആ തൃപ്പാദത്തെ കഴുകി അത് ഗംഗയായിട്ട് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ജീവന് സംസരിക്കാനുള്ളതായിട്ടുള്ള ഉപാധിയായിട്ട് ജലം ജീവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാണ്. ആ ഗംഗ മാറി എന്നാണ്. അപ്പോൾ ഈ യാജ്ഞാച്ഛലം എന്നുള്ളത്, യാചന എന്നുള്ളത് ഭഗവാൻ ചെയ്തു. എന്നിട്ട് ചെറിയ രൂപത്തിൽ വന്ന് വലിയ തൃക്കാലുകളാക്കിയിട്ട് അത് എടുത്തു, അളന്നു. എന്നിട്ട് അത് ഇന്ദ്രന് കൊടുത്തു. അപ്പോൾ അതൊരു നാടകമായി, അതൊരു പറ്റിക്കലായി, ഒരു ചതിയായി. അപ്പം അതുകൊണ്ട് അതിൽ ചതി പറ്റിയിട്ടുണ്ടോ? ഭഗവാൻ എന്തിനാ അങ്ങനെ ചെയ്ത്? ഭഗവാന് ഇന്ദ്രനിൽ നിന്നൊന്നും കിട്ടാനില്ല. ബലിയോട് പ്രത്യേകിച്ച് വിദ്വേഷമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമോ ഇല്ല. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു പോയിന്റ്, അർഹതയില്ലാത്ത സമയത്താണ് ശുക്രാചാര്യര് ഈ ബലിയെ ഇന്ദ്രപട്ടത്തിന് യോഗ്യനാക്കിയത്. 100 യാഗങ്ങളെ ചെയ്തുകൊണ്ട് യോഗ്യനാക്കി. അപ്പോൾ കാലം അനുകൂലമായില്ല. കാലം അനുകൂലമാവണം, അവരെ കാത്തിരിക്കണം. അതിന് ക്ഷമ ഉണ്ടായില്ല. അപ്പം ആ കാലം കാത്തിരിക്കാനുള്ള ക്ഷമയില്ലായ്മയാണ് ബലി ചെയ്ത തെറ്റ്. ആ തെറ്റിനെ ഇവിടെ ശിക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭക്തനായിട്ട ബലിയിൽ നിന്ന് അത് ചോദിച്ചു വാങ്ങി. എന്നിട്ട് ഇന്ദ്രന് കൊടുത്തു. വാങ്ങിയത് ഭഗവാൻ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായിട്ട് അങ്ങ് വസിച്ചോളൂ, ഭരിച്ചോളൂ, സുഖിച്ചോളൂ എന്ന് അനുവാദവും കൊടുത്തു. അതുവരെ ഇന്ദ്രൻ സുഖിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖത്തെ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് സുതലത്തില് സ്വർഗവും സുതലവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സുതലം ആണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള തലം. അത് ഉപരിചരൻ എന്നുള്ള ഭാവത്തിലാണ്, ഉപരി ആണ്. സുതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സുതല ലോകം താഴെയാണ്, ഭൂമിക്കടിയിലാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഈ ഉപരി എന്നുള്ള രീതിയിൽ തന്നെയാണ് വരിക. അപ്പം അതുകൊണ്ട് അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സാന്നിധ്യം കൊണ്ട് അങ്ങയെ അനുഗ്രഹിച്ചോളാം, അങ്ങ് എല്ലാ ദിവസവും എന്നെ കണ്ടോളൂ, തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ, ഭജിച്ചോളൂ. ഇന്ദ്രപട്ടം ചെയ്യണ സമയത്ത് ഇനി ച്യുതി വരാതെ കണ്ട് ഞാൻ കാത്തോളാം. അപ്പം ഈ കൽപ്പത്തിൽ തന്നെ അടുത്ത മനു ഭരിക്കണ സമയത്ത് 14 ലോകങ്ങളെയും ഭരിക്കാനുള്ള അവകാശം ഇന്ദ്രപട്ടം അത് ഈ മനുവിന് മഹാബലിക്ക് കൊടുത്തുകൊണ്ട് സർവസ്വദാനത്തിൻ്റെ
പ്രതിഫലമായിട്ട് വരം, അനുഗ്രഹം ഇങ്ങനെയാണ് ഭഗവാൻ കൊടുത്തത്. സുതലം സ്വർഗഭി പ്രാർത്ഥ്യം. മാത്രമല്ല രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം. അങ്ങയെ മാത്രമല്ല, അങ്ങയുടെ കുടുംബത്തെ എല്ലാവരെയും ഞാൻ രക്ഷിച്ചോളാം. ഈ ജീവന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് നെഗറ്റീവ്സ് മുഴുവൻ. അതിനെ വരാതെ കണ്ട് ഞാൻ കാത്തോളാം. സാത്വികത മുഴുവൻ ഞാൻ ഉയർത്തിക്കോളാം. ഇതാണ്. അത് പറയാനാണ് ഇനി നമ്മൾ ഈ കഥകൾ പറയണത്. അപ്പം അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ വാമനൻ ബലിയെ ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. വലുതാവാൻ കഴിയുന്നയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ആദ്യത്തെ ഒരു അടിത്തറയെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു രാജാവിനെയാണ് ഈ 5 വയസ്സുള്ള ഒരു ഉണ്ണി ചവിട്ടി താഴ്ത്തിയത്. അപ്പോൾ ആ ചവിട്ടി താഴ്ത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു അധികം ഈ മഹാരാജാവിനേക്കാൾ കൂടുതൽ വേണ്ടേ? അതിനെ അതായിട്ട് പറഞ്ഞിട്ട് പോലും അതിനെ മനസ്സിലാക്കാതെ കണ്ട് ചവിട്ടി താഴ്ത്തി എന്ന് പറയാം. അതാണ് പാഖണ്ഡ്. അപ്പം അങ്ങനെ പാഖണ്ഡമതികളായിട്ട് കലികാലത്തിലെ വലിയ കുഴപ്പമാണ്. സാരാംശത്തെ മനസ്സിലാക്കാതെ കണ്ട് പലതും പറയണം. ഇന്നത്തെ ലോകത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. വേണ്ടത് സ്വീകരിക്കാനുള്ള സജ്ജമായ മനസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് വായന കേൾക്കാനും അതേപോലെ വായിക്കുമ്പോൾ പ്രശ്നങ്ങൾ പറയുന്നതൊക്കെ. അത് കമ്മിറ്റിക്കാർക്കും ഇല്ല, അതേപോലെ ശ്രോതാക്കൾക്കും ഇല്ല. വല്ലവർക്കും ഉണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പം അത് ശരിയല്ല. നമ്മൾ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണോ അതിനെ ഭാഗവതം കൊണ്ട് മനസ്സിലാക്കണം. ഭാഗവതം ഇങ്ങനെ വായിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണവരാണ് മിക്കവാറും. ഭാഗവതത്തെ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവാണ് വേണ്ടത്. അത് എത്ര ആവർത്തി വായിച്ചാലും അതിൽ നിന്ന് പുതിയതായിട്ട് പുതിയ അറിവുകൾ കിട്ടും എന്നുള്ളതാണ്. ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി പറയണം എന്നുള്ളത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകമായിട്ട് ബന്ധപ്പെടുത്തി പറയാച്ചാൽ ലോകത്തിനെ നിഷേധിച്ച് ഈശ്വരത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഈശ്വരത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം പറയാനായിട്ട്. അതിനെ മുന്നിലാക്കണം. മൂലം മുമ്പിലെന്നാ പറയാം. അത് ഭഗവത് ചൈതന്യമാണ് ഈ മൂലം. ഗ്രന്ഥം സംസ്കൃതം അത് മൂലം എന്ന് പറയാറുണ്ട്. ഇവിടെ ഭഗവത് ചൈതന്യമാണ് മുമ്പിൽ വേണ്ടത്. നമ്മുടേത് വളരെ പിന്നിലേ പാടും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഭാഗവതത്തെ ആശ്രയിക്കാൻ. അപ്പം അതിന് നമുക്ക് ഈ കഥ കേട്ടു നോക്കാം. ഭഗവാൻ യാചനാ നാടകം നടത്തി ബലിയിൽ നിന്ന് 3 ലോകവും വാങ്ങിയിട്ട് ഇന്ദ്രന് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നിസ്വനാക്കിയിട്ടും ബന്ധിച്ചു. വരണപാശം കൊണ്ട് ഗരുഡൻ കെട്ടിയിട്ടു. അതെന്തിനു വേണ്ടിയിട്ടാ? ഇപ്പം ശ്രീ ശിവബ്രഹ്മർഷി പറയണത് ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള ബലി പാലാഴി മന്ത്രം കഴിഞ്ഞ സമയത്താണ് ബലി കൊല്ലപ്പെട്ടത്. അപ്പോൾ ശുക്രാചാര്യരാൽ ഈ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ജീവിപ്പിച്ചു. ഗുരുവായിട്ടുള്ള ബ്രാഹ്മണനെ ആശ്രയിച്ചു. ശുക്രാചാര്യ ഗുരുവാണ്, ബ്രാഹ്മണനാണ്, അപ്പോൾ ഭക്തനുമാണ്, ഭഗവാന്റെ ഭക്തനുമാണ് ബലി. അതുകൊണ്ട് ശുക്രൻ സ്നേഹിച്ച് തന്നെ സഹായിച്ചു. ആദ്യത്തെ സഹായം വിശ്വജിത്ത് യാഗം ജയിക്കലാണ്. വിശ്വജിത്ത് എന്ന് വെച്ചാൽ വിശ്വത്തെ ജയിക്കാനുള്ള യാഗമാണ്. ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും വിശ്വത്തെ ബലിക്ക് ശുക്രാചാര്യരുടെ അനുഗ്രഹം കൊണ്ട് ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ആ യാഗത്തിൽ ഇതിന് വേണ്ടതായിട്ടുള്ള തേര്, കുതിര, ആയുധം, കൊടി, കവചം, അതേപോലെ ഇതിന് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ വേണമല്ലോ. അതൊക്കെ കൂടിയിട്ട് പൊന്തി വന്നു എന്നാണ്. ശരീരം എന്നുള്ളത് നമ്മുടെ തേര് എന്ന് പറഞ്ഞ നമ്മുടെ ശരീരമാണ്. കുതിര എന്നുള്ളത് ഇന്ദ്രിയങ്ങളാണ്. മന്ത്രപ്രയോഗങ്ങളാദി കാര്യങ്ങൾ, ജീവൻ, ഇതൊക്കെയാണ് ഈ ആയുധമാക്കിയിട്ട് വരിക. കൊടി എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു തന്നതായിട്ടുള്ള മാർഗത്തെയാണ്. വഴിയല്ല, വഴി വേറെ. മാർഗം എന്ന് പറഞ്ഞാൽ വഴി എന്നർത്ഥം. അതല്ല, അതൊരു സൂചന ആണ്. കൊടി എന്നുള്ളത് ഭഗവാന്റെ തൃപ്പാദ കൊടി അടയാളത്തിൽ കീഴിൽ അണിചേരുക, അങ്ങനെയാണ് വേണ്ടത്. ഭഗവാന്റെ തൃപ്പാദത്തെക്കുറിച്ച് പറയുമ്പോൾ 19 അടയാളങ്ങൾ അത് ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ കൊടി അടയാളത്തോട് കൂടിയിട്ടാണ് ഈ രഥം പൊന്തി വന്നത്. അപ്പം അതിൽ കയറിയിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ 3 ലോകങ്ങളും കീഴടക്കാം. 3 ലോകം എന്നുള്ളത് സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന അതിനെ മറികടക്കാം എന്നതാണ്. അതാണ് അധോലോകവും ഭൂമിയും, ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ശരീരം, അതേപോലെ സ്വർഗവും കീഴടക്കാൻ പറ്റും.
അങ്ങനെ കിട്ടിയതായിട്ടുള്ള ആ ബലിക്ക് പ്രഹ്ലാദൻ മുത്തശ്ശൻ ഒരു മാല കൊടുത്തു, ഒരിക്കലും വാടാത്ത താമരമാല. പിന്നെ ശുക്രാചാര്യ ശംഖ് കൊടുത്തു. അങ്ങനെ ഓരോന്നും മേടിക്കേണ്ടതൊക്കെ മേടിച്ചു. സ്വീകരിച്ചതായിട്ടുള്ള ബലി എല്ലാറ്റിനും അർഹത നേടിയതുകൊണ്ട് എല്ലാവരെയും നമസ്കരിച്ച് വർദ്ധിതമായിട്ടുള്ള ബലത്തോടും വീരത്തോടും കൂടിയിട്ട് സർവ്വസന്നാഹത്തോടും കൂടിയിട്ട് ഇന്ദ്രനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ബലി കണ്ടതായിട്ടുള്ള സ്വർഗത്തിൻ്റെ വർണ്ണനയാണ് പിന്നീട് പറയുന്നത് ഈ 15-ാമത്തെ അധ്യായത്തിൽ. സ്വർഗവർണ്ണന ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ്. അത് ബലി കണ്ടതായിട്ടുള്ള സ്വർഗമാണ്. അപ്പോൾ വൃക്ഷലതാദികൾ സുഗന്ധം പരത്തിക്കൊണ്ട്, അതേപോലെ പക്ഷിമൃഗാദികൾ, വണ്ട തുടങ്ങിയുള്ള കാര്യങ്ങൾ, നന്ദനോദ്യാനം, സരസ്, ജലപക്ഷി, ജലജീവി, അപ്സരസിൻ്റെ നീരാട്ട്, അതേപോലെ ആകാശ ഗംഗ, പിന്നെ കിടങ്ങ്, മതിൽക്കെട്ട്, വലിയ വലിയ സൗധങ്ങൾ, രത്നങ്ങൾ പതിച്ചായിട്ടുള്ള മണിമാളികകൾ, സ്വയം പ്രകാശിതമായിട്ടുള്ള വാസസ്ഥലങ്ങൾ, കൊട്ടാരങ്ങൾ ധാരാളം, അതേപോലെ നാൽക്കവലകൾ, വീഥികൾ, പിന്നെ കാമധേനു തൊട്ടുള്ളത്, നിത്യ യൗവനമുള്ളതായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ, ദേവ, ഗന്ധർവ, കിന്നര, അപ്സരസ് എല്ലാണ്ട് 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവവർഗം, അതേപോലെ കൽപ്പവൃക്ഷം, പാരിജാതം, സൗഗന്ധികം തൊട്ടുള്ള പലതും, അതേപോലെ സുഗന്ധദ്രവ്യങ്ങൾ, അകില, ചന്ദനം തൊട്ടുള്ളത്, പിന്നെ തോരണ അലങ്കാരങ്ങൾ എല്ലാ ദിക്കിലും അതാത് ദിവസങ്ങളിൽ അവിടെ വാടന വിഷയമില്ല. പിന്നെ ധാരാളം കൊടിക്കൂറകൾ, പിന്നെ വഴിയിലൊക്കെ അക്ഷതം മലരൊക്കെ വെതറിയിട്ടുള്ള, അതേപോലെ കറുക, വാഴ ഇങ്ങനെയുള്ള അലങ്കൃതങ്ങൾ, പിന്നെ മയില്, കുയില്, പ്രാവ്, പക്ഷികൾ ഇവരുടെയൊക്കെ കളകൂചനങ്ങൾ, അതേപോലെ നദി ഒഴുകുമ്പോൾ, ആകാശഗംഗ ഒഴുകുമ്പോൾ അതിൻ്റെ കളകളാരവം, ഇങ്ങനെ വാദ്യഘോഷങ്ങൾ, മൃദംഗം, വീണ തുടങ്ങിയിട്ടുള്ള അസുരവാദ്യമുണ്ട്, ദേവവാദ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഗന്ധർവന്മാർ ഈ ഭഗവാന്റെ ലീലകളെ പാടി നടക്കണു, അപ്സരസുകളെ നൃത്തം ചെയ്യണു. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്വർഗവർണ്ണനയാണ് ഇത്. വൈകുണ്ഠത്തിൽ വർണ്ണിക്കുമ്പോൾ കുറച്ചുകൂടി വിശദാക്കും, കുറച്ചുകൂടി വിപുലീകരിക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു വാചകം അവിടെ പറഞ്ഞത്, അധർമ്മികൾക്ക് പ്രവേശനം ഇല്ലാത്തതായിട്ടുള്ള സ്വർഗത്തിലേക്ക് ബലി കടന്നു ചെന്നു എന്നാണ്. ബലി ആ സമയത്ത് അധർമ്മിയല്ല. അധർമ്മിയുടെ പിന്നാലെ വരുന്ന, ഈ ധർമ്മം ചെയ്യുന്നതായിട്ട് ബലിയുടെ പിന്നാലെ വരുന്ന പലരും അധർമ്മികളാണ്. അവർ താൽക്കാലികമായിട്ട് സംഘഗുണത്തെ കൊണ്ട്, നമ്മുടെ സംഘദോഷം എന്നല്ലേ പറയാം, സംഘഗുണത്തെ കൊണ്ട് സത്സംഖ്യകളായതുകൊണ്ട് അവർക്ക് ചെല്ലാൻ പറ്റി. സംഘമായിട്ടാണ് സൈന്യങ്ങളൊക്കെ വന്നത്. പക്ഷെ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. ഇപ്പോൾ സ്വർഗത്തിലേക്ക് അങ്ങനെ ചെല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെല്ലാൻ പറ്റില്ല. അധർമ്മികൾക്ക് പ്രവേശനമില്ലാത്ത ലോകമാണ് സ്വർഗം. സുതലായാലും അങ്ങനെ തന്നെയാണ്, അവിടെയും മറ്റും പറ്റില്ല. അപ്പം ഇങ്ങനെ ബലി അവിടേക്ക് പ്രവേശിച്ചപ്പോൾ സൈന്യം സ്വർഗം വളഞ്ഞു. ബലി ശംഖ് വിളിച്ചു. പെട്ടെന്ന് കേട്ടതായിട്ടുള്ള ആ ശംഖധ്വനി കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി, പേടിച്ചു. ഇന്ദ്രന് മനസ്സിലായി ഈ ബലിയോട് ജയിക്കാൻ എളുപ്പമല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തോൽക്കും. അപ്പോൾ ബൃഹസ്പതിയോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്, രക്ഷിക്കണേ എന്നെല്ലാം പറഞ്ഞു. ആപത്തുണ്ടല്ലോ എന്ന് സംശയിച്ചു. ബലിക്ക് തേജസ് എന്തൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഇന്ദ്ര ശുക്രന്റെ അനുഗ്രഹം നേടിയിട്ടുണ്ട്, ബലി ശക്തനായിരിക്കുന്നു, വിശ്വജിത്ത് യാഗം ചെയ്തിട്ടുണ്ട്, വിഷ്ണു ഒഴിച്ച് മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ബ്രാഹ്മണ ഭക്തിയുണ്ട്, ഭഗവാന്റെ ഭക്തനാണ്, ഗുരുഭക്തിയുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊന്നും ഇന്ദ്രനില്ല. ഇന്ദ്രപട്ടം കിട്ടിയാൽ ബലിക്കും ഇല്ലാണ്ടേ കേട്ടോ. അതിന് അപ്പളേ ഉണ്ടാവുള്ളൂ, ഇപ്പം പറയില്ല. ഉണ്ടാവാം, ഉറപ്പില്ല, ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. എന്തായാലും കുറവാണെന്ന് സാർ, അതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നിങ്ങൾ സ്വർഗം വിട്ട് പോയിക്കോളൂ, യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം അതിനനുസരിച്ചാണ് യുദ്ധം ചെയ്യാതെ കണ്ട് തന്നെ ഇന്ദ്രൻ അവിടുന്ന് ഒഴിവായി. ബലിക്ക് സ്വർഗം കിട്ടി. അപ്പോൾ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ശുക്രന് ഈ ഒരു സംശയം, ബലി ഒരു പക്ഷേ ഇങ്ങനെ പുണ്യം ക്ഷയിപ്പിച്ച് കളഞ്ഞാൽ അത് സ്വർഗത്തിന് അധികാരമില്ലാത്ത അവസ്ഥ വരും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്വർഗം കിട്ടിയാൽ പോരാ, ഉപേക്ഷിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ബലി 100 യാഗങ്ങൾ ചെയ്യാൻ, ഈ ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ 100 യാഗങ്ങൾ ചെയ്യാൻ സന്നദ്ധനായി. അത് ചെയ്യിക്കുകയും ചെയ്തു.
ദേവന്മാർ വേഷം മാറിയിട്ട് എവിടെയൊക്കെയോ ഗുഹകളിലൊക്കെ ഒളിച്ച് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരായി ഇന്ദ്രപദവി ഇല്ലാത്തൊരവസ്ഥയിൽ എവിടെയാ നിൽക്കേണ്ടതെന്ന് വെച്ചില്ലാത്തൊരവസ്ഥയിൽ അമ്മയ്ക്കും കൂടി ദുഃഖം ഉണ്ടാക്കിക്കൊണ്ട് ഈ സമയത്ത് 100 യാഗം ചെയ്തത്. അപ്പൊ ഈ 100 യാഗത്തിൽ ഈ പദാർത്ഥങ്ങളൊക്കെ ആര് സ്വീകരിക്കണം? ഈ ദേവകളൊക്കെ സ്വീകരിക്കണം, വിഷ്ണു ഉൾപ്പെടെയുള്ളവരൊക്കെ സ്വീകരിക്കണം. അതൊക്കെ സ്വീകരിച്ചിട്ടും ഉണ്ടാവും. നമ്മളൊക്കെ മനസ്സിലാക്കണം. സ്വർഗത്തുനിന്ന് ഒഴിവായിട്ടുള്ള ദേവന്മാര് ഈ ബലി കൊടുക്കുന്നതായിട്ടുള്ള യാഗത്തില് ആഹാരമില്ലാതെ കണ്ട് മറ്റുള്ള ദിക്കിലൊക്കെ നടക്കുമ്പോ ഇന്ദ്രായ സ്വാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെയാ അഗ്നിക്ക് വേണ്ടിയിട്ട് കൊടുക്കുമ്പോ ഭൂസ്വാഹ ഭുവസ്വാഹ സ്വസ്വാഹ എന്നൊക്കെ ഉണ്ടാ ഹോമിക്കുക. അപ്പോൾ ഭൂസ്വാഹ എന്ന് പറഞ്ഞാൽ അഗ്നിക്ക, ഭുവസ്വാഹ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിന് വായുദേവനാ, സ്വസ്വാഹ എന്ന് പറഞ്ഞാൽ ആദിത്യനാ. പ്രജാപതികൾക്ക് കൊടുക്കുമ്പോൾ ഭുവസ്വസ്വാഹ എന്നാ. അപ്പോൾ പ്രജാപതിമാർക്ക് മഹർഷികൾക്ക് അവർക്കൊക്കെ കിട്ടുക, അവരൊക്കെ അത് സ്വീകരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നും കിട്ടണില്ല എന്നല്ല അർത്ഥം, അപ്പം മാത്രമേ കിട്ടണുള്ളൂ എന്നാണ്. ബാക്കിയുള്ള സമയത്ത് കിട്ടണില്ല, അത് വേണ്ട രീതിയിലല്ലാന്ന് സാരം, അതാണ്. അപ്പം ഇങ്ങനെ 100 യാഗം ചെയ്തപ്പോൾ സാധാരണഗതിയിൽ 100 യാഗമൊക്കെ ചെയ്യുമ്പോഴേക്കും പരമഭക്തനായിട്ട് മാറും. ബലി അങ്ങനെയാണ് ഉണ്ടായത്, പരമഭക്തനാവാണ്ടായി. അതിൽ പങ്കെടുത്ത അസുരന്മാർ അത്രയ്ക്കായോ നിശ്ചയില്ല. പ്രഹ്ലാദനും ആ കുടുംബക്കാരൊക്കെ ഉണ്ടായി എന്നല്ലാണ്ട് മറ്റു മുഴുവനായില്ല. ഏതായാലും അവരൊക്കെ നല്ലതേ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ സാധിച്ചു. സ്വർഗത്തിൽ സ്ഥിരമായിട്ട് വസിക്കാനുള്ള അർഹത കിട്ടി, അംഗീകാരം കിട്ടി, കഴിവ് കിട്ടി, അനുഗ്രഹവും കിട്ടി. അപ്പോഴാണ് അതിഥിക്ക് വല്ലാത്ത പ്രശ്നമായത്. അപ്പം അതിഥി ശരിക്കും ദുഃഖിച്ചു. ഇന്ദ്രൻ്റെ ആവലാതി. കശ്യപൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, തപസ്സിന് പോയെടുക്കാണു. തിരിച്ച് വന്ന സമയത്ത് പറഞ്ഞു ഈ ദുഃഖങ്ങളുടെ കാരണം, ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ടായി. അപ്പോൾ തപസ് കഴിഞ്ഞ് വന്നതായിട്ടുള്ള ഈ കശ്യപ മഹർഷി പത്നിയായിട്ടുള്ള അതിഥിയോട് ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? സൽക്കാരം, കുശലം, പൂജ ഇതൊക്കെ സ്വീകരിച്ചതിൻ്റെ ശേഷം ചോദിച്ചു, ബ്രാഹ്മണർക്ക് വല്ല ദുഃഖം ഉണ്ടാക്കിയോ അതിഥി? ധർമ്മത്തിന് വല്ല ഹാനി സംഭവിച്ചോ? ലോകത്തിന് നാശം സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യം അതിഥിയുടെ ഈ ഹിതകരമല്ലാത്തതായിട്ടുള്ള ലോകഹിതം, ഭഗവത് ഹിതം, അവനവൻ്റെ ഹിതം ഇങ്ങനെയൊക്കെ ഉണ്ടേ, അങ്ങനെ വല്ലതും സംഭവിച്ചോ? തെറ്റ് പറ്റിയോ? ധർമാർത്ഥ കാമങ്ങൾക്ക് പ്രയത്നിച്ച് വരുമ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വന്നോ, ന്യൂനത വന്നോ? അതിഥികൾക്ക് അപ്രിയം ഉണ്ടായോ? ജലമെങ്കിലും കുടിക്കാതെ കണ്ട് അതിഥി കടന്നു പോയോ? അങ്ങനെ അതിഥി ഇവിടെ നിന്നൊന്നും കഴിക്കാതെ കണ്ട് പോയി കഴിഞ്ഞാൽ ഈ വീട്, ഈ സ്വർഗാണത്, അത് എലിമാളം പോലെ, കുറുക്കൻ്റെ മാളം പോലെ, പാമ്പിൻ്റെ മാളം പോലെയൊക്കെ ആവും. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഭർത്തൃചിന്ത കൊണ്ട് അഗ്നിഹോത്രം മുടങ്ങിയോ? എന്നെ സ്മരിച്ചുകൊണ്ട് കശ്യപൻ ചോദിക്കുക, എന്നെ സ്മരിച്ചിട്ട് രാവിലെ നീട്ടിട്ട് അഗ്നിഹോത്രാദി കാര്യങ്ങൾ ചെയ്തില്ലേ എന്ന്. ആ ചോദ്യമൊക്കെ കുറച്ച് കടുപ്പായിട്ടുള്ള ചോദ്യമാണ്. ഈശ്വരനെ മാത്രം വിചാരിച്ചാൽ മതി. ഈശ്വരനെ വിചാരിക്കാൻ പറ്റാത്തതല്ല, ഈശ്വരനെ വിചാരിക്കുന്നവർക്ക് ഈ ഭർത്താവിനെ മാത്രം വിചാരിച്ചാൽ മതി, എന്നാൽ ഒരു തരക്കടും വരില്ല എന്നാണ്. അപ്പോൾ അവിടെ കാമത്തോട് കൂടിയിട്ട് എന്ന് ക്ലോസ് ഉണ്ട്, ആ ക്ലോസ് അവിടെ എഴുതിയിട്ടില്ല. കാമത്തോട് കൂടിയിട്ട് അതിഥി നീ എന്നെ ഈ തേവാര സമയത്ത് ചിന്തിച്ചോ, അതുകൊണ്ടാണോ വീഴ്ച വന്നത് എന്നാണ്. എന്നെ സ്മരിച്ചിട്ട് നിനക്ക് അഗ്നിഹോത്രം മുടങ്ങിയോ എന്ന് ചോദിച്ചതിൻ്റെ സാരം ഇങ്ങനെ വ്യാഖ്യാനിച്ചാലേ അത് ശരിയാവുള്ളൂ. ദിതി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ മരുത്തുകൾ ഉണ്ടായത്. 7 ഗർഭം ഇന്ദ്രൻ ഗർഭത്തിൽ കടന്നിട്ട് 7 7 49 എന്നൊക്കെ നമ്മൾ വായിച്ചില്ലേ മരുതുൽപ്പത്തി. അത് ഈ സന്ധ്യാസമയത്ത് കുഴപ്പം പറ്റിയതാ, അതും കശ്യപൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. പിന്നെ പുത്രന്മാർക്കൊക്കെ ക്ഷേമല്ലേ ചോദിച്ചു. അതോടുകൂടിയിട്ട് കരഞ്ഞു. അതിഥി പറഞ്ഞു, അങ്ങയുടെ പുത്രന്മാർക്കൊക്കെ സുഖമാണ്, പക്ഷെ എൻ്റെ പുത്രന്മാർക്ക് സുഖമല്ല. എന്താ മനസ്സിലായേ? ആ കശ്യപന് അനവധി പത്നിമാരുണ്ട്, അവർക്കൊക്കെ കുട്ടികളുണ്ട്. പക്ഷേ ദിതി തൊട്ടുള്ളവരെല്ലാവരും സുഖിക്കുകയാണ്, അവരുടെ മക്കളൊക്കെ. അതിഥി ഈ കശ്യപന്റെ മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, 12 സൂര്യന്മാര്, ദേവന്മാര്, അവർക്കൊക്കെ ദുഃഖ. അതാ പറഞ്ഞത്, അങ്ങയുടെ മക്കൾ തന്നെയാ ഇവരെച്ചാലും അങ്ങയുടെ മറ്റു മക്കൾക്കൊക്കെ സുഖാണ്, അങ്ങക്ക് എന്നിലുണ്ടായ മക്കളൊക്കെ ദുഃഖിക്കുകയാണ് പറഞ്ഞു. ദേവന്മാരൊക്കെ ദുഃഖിക്കുകയാണ്. പശു, ബ്രാഹ്മണര്, ജനം ഒക്കെ അങ്ങയുടെ കൃപ കൊണ്ട്, ഈശ്വരന്മാരുടെ കൃപ കൊണ്ട് സുഖമായിട്ടിരിക്കണം.
ഈ ആശ്രമത്തിൽ ധർമ്മഹാനി ഉണ്ടാവുമോ? ഞാൻ അങ്ങയുടെ പത്നിയല്ലേ. ഇവിടെ സപത്നികളിലായിട്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു ദ്രോഹവും ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യൂല. പക്ഷേ മറ്റുള്ള എല്ലാവരും പുത്രന്മാരെ കൊണ്ട് സുഖിക്കുകയാണ്. എൻ്റെ പുത്രന്മാർക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ ദുഃഖിക്കുകയാണ്. അങ്ങയ്ക്ക് സമഭാവന ഉണ്ട്, അതിൽ തെറ്റുമില്ല. പക്ഷേ എൻ്റെ പുത്രന്മാരുടെ സ്വന്തം വാസസ്ഥലം മറ്റ് അങ്ങയുടെ പുത്രന്മാർ കൈക്കലാക്കിയിട്ടുണ്ട്. എൻ്റെ അനിയത്തി ദിതിയുടെ പുത്രന്മാർ അസുരന്മാർ എൻ്റെ പുത്രന്മാർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള സ്വർഗം, ദേവന്മാരുടെ സ്വർഗം അസുരന്മാർ കീഴടക്കിയിട്ടുണ്ട്. അത് തെറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞങ്ങൾക്ക് വാസസ്ഥലമില്ല. എൻ്റെ മക്കൾക്ക് പോയത് കിട്ടാൻ വല്ല വഴിയുണ്ടോ, എന്നെ സഹായിക്കുമോ എന്നാണ് ചോദ്യം. ഇത് ചോദിച്ചപ്പോൾ കശ്യപൻ ചിരിക്കുകയുണ്ടായത്. എന്താ ചിരിക്കേണ്ട കാരണം അറിയോ? ദിതിയുടെ മക്കളെ സ്വന്തം മക്കളായിട്ടാണ് ഇടയ്ക്ക് പറയാറ്. എല്ലാപ്പോഴും പറയണ്ടാവില്ല, അതുകൊണ്ടാവും. ഇപ്പം സ്വന്തം അല്ലാണ്ട് അയ്യോ ആ മക്കള് എന്നാണ് ചോദ്യം. ഭർത്താവിൻ്റെ മക്കളൊക്കെ സ്വന്തം മക്കളാണ്. ദിതിയുടെ മക്കള് ഭർത്താവിൻ്റെ മക്കളാണ്. അപ്പോൾ സ്വന്തം മക്കളല്ലേ, പിന്നെ ഇപ്പം എന്താ ആ സ്വന്തം അല്ലാണ്ട് അയ്യോ? ഇത് ഭഗവാന്റെ മായയാണ്. ഈ സ്നേഹപാശം കൊണ്ട്, സ്വാർത്ഥ മോഹം കൊണ്ട് അതിഥി പോലും ഇങ്ങനെ ആയില്ലോ. ശരീരം വേറെയാണെങ്കിലും ആത്മാവ് ഒന്നല്ലേ. എല്ലാവരുടെ ഉള്ളിലും ഉള്ള ഒരേ ഒരു ഭഗവാനെ സേവിച്ചാൽ ഈ രണ്ട് എന്നുള്ള തോന്നലുണ്ടാവുമോ? അഹമ്മമ ഉണ്ടാവുമോ? ത്വം തവ ഏഷ അന്യ ഇങ്ങനൊരു ബോധം ഉണ്ടാവുമോ? നിന്റെ കാര്യം ഞാൻ നടത്തിത്തരാം, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാ ഭജിക്കേണ്ടത് അതും ഞാൻ പറഞ്ഞുതരാം. പറയാണ്, 12 ദിവസം പാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ, ഫലം ഉണ്ടാവും. ദിതിക്ക് മരുതുൽപ്പതിക്ക് 1 കൊല്ലം ഭജിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ആകെ 12 ദിവസമേ വേണ്ടൂ. പണ്ട് ബ്രഹ്മാവ് എന്നോട് ഉപദേശിച്ചു തന്ന പയോവ്രതം, അതിൻ്റെ പേര് തന്നെ അതിഥി പയോവ്രതം എന്നാക്കി ജനങ്ങൾ. കാരണം അത്ര ഫലമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് 12 ദിവസം പാല് മാത്രം. പക്ഷെ നമ്മൾ ചെയ്യില്ല, അറിയും ചെയ്യാം. ആചാരനെ പറഞ്ഞിട്ട് കാര്യമില്ലോ, ചെയ്യാറില്ല. എന്തുകൊണ്ട് ചെയ്യണില്ല? പറ്റില്ല. അതങ്ങനെയാണ്. എന്തപ്പോൾ ചെയ്യാൻ നിവൃത്തിയില്ല. ഭഗവത് പരമായിട്ട് ചിന്തിക്കുക, ഭഗവാനെ നേദിക്കുക. 13 ബ്രാഹ്മണരെ കൂട്ടി അവർക്ക് തൃപ്തി വരുത്തുക. ധാരാളം ദാനങ്ങൾ ചെയ്യുക. ഭൂമിദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ, സ്വർണ്ണദാനം, ഭൂമിദാനം, കന്യകാദാനം ഇങ്ങനെയൊക്കെ ചെയ്യണം. ഏതായാലും 12 ദിവസം ഭഗവാനെ ഭജിച്ചോളൂ, പാല് മാത്രം ഉപയോഗിച്ചുകൊണ്ട്. മീനത്തിൽ വെളുത്ത പക്ഷത്തിലെ തുടക്കം മുതൽ, പ്രഥമ മുതൽ 12 ദിവസം പാല് മാത്രം കഴിച്ച് ഒരു 2 ആഴ്ച അങ്ങനെ കഴിച്ചോളൂ. പന്നി കുത്തിയ മണ്ണെടുത്ത് തേച്ച് കുളിച്ച് ഭൂമിദേവിയെ സ്മരിച്ചുകൊണ്ട് മണ്ണ് ശരീരത്തിൽ തേക്കണം. ഇതിന് മന്ത്രമൊക്കെ ഉണ്ട്. ഭൂമിദേവി വരാഹമൂർത്തി ജീവികൾക്ക് വാസസ്ഥാനമായിട്ട് ഭൂമിയെ ആണല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. രസാതലത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ വേണ്ട സ്ഥാനത്ത് സ്ഥാപിച്ച ആ വരാഹമൂർത്തിയുടെ പത്നിയായിട്ടുള്ള ഭൂമിദേവിക്ക് നമസ്കാരം. ഒരു പൂജ ഇങ്ങനെയുണ്ട്. വൈദിക വിധി പ്രകാരം വലിയ പൂജകളിൽ പെട്ടതായിട്ടുള്ള ഒരു ധരിത്രി പൂജ, ധരണി പൂജ, അങ്ങനെ ഒന്നുണ്ട്. അതിൽ ഈ മന്ത്രമാണ്, അത് മൂലമന്ത്ര. അപ്പം ഇങ്ങനെ വരാഹമൂർത്തിയുടെ പത്നിക്ക് നമസ്കാരം. പത്നിയായിട്ടുള്ള ധരണി ദേവിക്ക് ധരിക്കുക എന്നുള്ള നിലയ്ക്കാണ് ധര എന്നുള്ള ഭൂമിക്ക് പേര്. അപ്പോൾ ആ ധരയ്ക്ക് നമസ്കാരം. അങ്ങനെ ഭഗവാനെ നിത്യം ആരാധിക്കുക. ഭൂമിദേവിയോട് കൂടിയ വരാഹമൂർത്തിക്ക് നമസ്കരിക്കുക. സുതലത്തു നിന്ന് ഭൂമിദേവിയെ കൊണ്ടുവന്ന് വരാഹമൂർത്തിയാണ്. എന്നിട്ടാണ് ഹിരണ്യാക്ഷനെ വധിച്ചത്. അങ്ങനെ ഐശ്വര്യപൂർണനായിട്ടുള്ള ഭഗവാനെ, ബ്രഹ്മാദികൾക്ക് ആരാധ്യനായിട്ടുള്ള അന്തര്യാമിയായിട്ടുള്ള ഹൃദയസ്ഥനായിട്ടുള്ള വാസുദേവന് നമസ്കാരം. ഇതാണ് മന്ത്രം. അവ്യക്തൻ സൂക്ഷ്മരൂപി 24 തത്വങ്ങൾ സ്ഥാപിച്ച് സാങ്ക്യം പരത്തിയതായിട്ടുള്ള കപില മഹർഷിക്ക്, അതേപോലെ കാളയായിട്ട് വന്ന, ഭൂമിയായിട്ട് വന്ന, പശുവായിട്ട് വന്ന, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. പിന്നെ ബ്രഹ്മൗദനം, പ്രവർഗ്യം, ഇങ്ങനെയുള്ള ആ കാളയുടെ രൂപത്തെ ഒന്ന് സ്മരിക്കുക. കാളയുടെ രൂപം ബ്രഹ്മൗദനം, പ്രവർഗ്യം, 2 തലയുള്ള കാള. ധർമ്മമാകുന്ന കാളയുടെ 2 തലയാണ് ബ്രഹ്മൗദനം, പ്രവർഗ്യം.
പ്രാതസവനം, മാധ്യന്തിന സവനം, തൃതീയ സവനം എന്ന് 3 കാല്. 4 കാലില്ല, 3 കാലുകൾ. വേദങ്ങൾ 4 കൊമ്പ. വേദം 4 കാലല്ല, വേദം 4 കൊമ്പാണ്. അപ്പൊ 2 കൊമ്പല്ല, 4 കൊമ്പുണ്ട്. 7 ഛന്ദസ്സുകൾ ആകുന്ന ഈ കൈകൾ 7 കൈകളാ. കാളയ്ക്ക് കൈയില്ലല്ലോ, പക്ഷെ കാളയ്ക്ക് 7 കൈയുണ്ട്. പിന്നെയോ മന്ത്രം ബ്രാഹ്മണം കൽപ്പം എന്ന് വേദസ്വരൂപിയായിട്ടുള്ള ആ കാളയ്ക്ക് നമസ്കാരം. ക്രിയാഫല യജ്ഞസ്വരൂപൻ, യജ്ഞഫലദാതാവായിട്ടുള്ള ഭഗവാന് നമസ്കാരം. കാളസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ നമസ്കാരം. ഇതൊക്കെ സുയജ്ഞനാണ്. അതൊക്കെ ആനന്ദരൂപനായിട്ടുള്ള ശിവന് നമസ്കാരം. അപ്പൊ ശിവനായിട്ട് വന്നതാരാ? ഇതേ ഭഗവാൻ തന്നെയാണ്. യോഗിയായിട്ടുള്ള, ശിവയോഗിയായിട്ടുള്ള, ലോകഗുരുവായിട്ടുള്ള, രക്ഷിതാവായിട്ടുള്ള പ്രാണദേവന് നമസ്കാരം. പ്രാണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ദേഹപുഷ്ടിക്ക് വേണ്ടിയിട്ട്, സപ്തധാതു പുഷ്ടിക്ക് വേണ്ടിയിട്ട്. അതേപോലെ പ്രാണങ്ങൾ സ്വതേ കർമ്മം ചെയ്യാനുള്ള ഓജസ്സും തേജസ്സും തരുന്നതായിട്ടുള്ള ഭാവമാണ്. അത് ആഹാരത്തിലൂടെയാണ് കിട്ടുക. അതിനങ്ങനെയാണ് വർദ്ധിക്കുക. അപ്പോൾ ആ പ്രാണന്റെ നാഥന് നമസ്കാരം, നാരായണന് നമസ്കാരം, ഹൃഷികേശന് നമസ്കാരം, രമാനാഥന് നമസ്കാരം. നാരങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാന്, രമിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാന്, ത്രിമൂർത്തികൾക്ക് നാഥനായിട്ടുള്ള കേശവന്, പുരുഷാർത്ഥങ്ങൾ നൽകുന്നതായിട്ടുള്ള ഈ ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാന് നമസ്കാരം. എല്ലാവരും പുരുഷാർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. 16 ഉപചാരങ്ങളെ കൊണ്ട് വിസ്തരിച്ച് പൂജിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം, ഹോമം, ബ്രാഹ്മണ ഭോജനം, ദീനർക്ക്, ബാലർക്ക്, സ്ത്രീകൾക്ക്, രോഗികൾക്ക്, ഗോക്കൾക്ക്, സസ്യജാലങ്ങൾക്ക് ഒക്കെ ആഹാരാദി കൊടുത്ത്, ഓരോരുത്തർക്കും പ്രത്യേക ആഹാരമാണ്. അതൊക്കെ കൊടുത്ത്, പ്രദക്ഷിണ നമസ്കാരാദികളൊക്കെ കൊടുത്ത്, ദാനാദികളൊക്കെ കഴിഞ്ഞ് പ്രസാദം സ്വീകരിച്ച്, അവരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച്, അവർക്ക് ധാരാളമായിട്ട് അന്നദാനാദികൾ, പന്തി ഭോജനം എല്ലാവർക്കുമായിട്ട് കൊടുത്തിട്ട്, അതേപോലെ എല്ലാവരെയും ഒപ്പത്തിനൊപ്പം സന്തോഷിപ്പിക്കണം. അവരുടെ പ്രീതി സമ്പാദിക്കണം. ഉപരിദക്ഷിണയോട് കൂടിയിട്ട് ദാനം ചെയ്ത്, പിന്നെ പാലഭിഷേകം തൊട്ടുള്ള കാര്യങ്ങൾ, പാല് നിവേദ്യം, പാൽപായസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെയോ അല്പം ആഹാരം, പാല് പ്രസാദമായിട്ട് സ്വീകരിച്ച് അത് 12 ദിവസം ഒരേപോലെ ഒരേ സമയത്ത് ഭക്തിയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട്, പഞ്ചഗവ്യ അഭിഷേകാദി ചെയ്തതായിട്ടുള്ള ആ തീർത്ഥം കൂടി സേവിച്ച്, വ്രതസമാപ്തിയിൽ കുറച്ചധികം ദാനം കൂടുതൽ ചെയ്ത്, ഗുരുക്കന്മാർക്ക്, ഋത്വിക്കുകൾക്ക്, ബ്രാഹ്മണന്മാർക്ക്, ജനങ്ങൾക്ക്, ചണ്ടാളിനും കൂടി, ദരിദ്രർക്ക്, അന്ധർക്ക്, രോഗികൾക്ക്, ഇങ്ങനെ പ്രത്യേകം ദൈന്യത അനുഭവിക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? ഈ പൂജാ സമയത്ത്, ഒടുക്കം പ്രസന്ന പൂജാ സമയത്ത് നൃത്ത, വാദ്യ, ഗീത, സ്വസ്തിവാചക, കീർത്തന, നാമ, വേദസ്തുതി തൊട്ടുള്ള സകല കാര്യങ്ങളും ചെയ്യണം. സഹസ്രനാമം ഉൾപ്പെടെയുള്ള എല്ലാം ചെയ്യണം. അങ്ങനെ എല്ലാ ദിവസവും വേണം. 5 പൂജ മിനിമം വേണം. അതല്ലെങ്കിൽ 18 പൂജ വേണം. 12 ദിവസം. അത് ആര് ചെയ്യണം? സ്ത്രീ ചെയ്യണം, അതിഥി ചെയ്യണം. മറ്റത് ഒരു കൊല്ലത്തെ ആയതുകൊണ്ട് ദിദിക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ കശ്യപൻ ചെയ്താൽ മതി. കശ്യപന് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ദിതി ചെയ്താൽ മതി. ഭാര്യയ്ക്ക് പറ്റില്ല വെച്ചാൽ ഭർത്താവിന് പറ്റില്ല വെച്ചാൽ ഭാര്യയാണ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടത്. ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണ്. ഇവിടെ അങ്ങനെയില്ല, മുഴുവൻ ഭാര്യ. അങ്ങനെ 12 ദിവസം ചെയ്യുക. എന്നിട്ടോ ബ്രഹ്മദേവൻ തന്നതായിട്ടുള്ള ഈ പയോവ്രതം ആര് നോറ്റാലും അവർക്ക് കാര്യസാധ്യത നടക്കും. അത് ഉറപ്പാണ്. ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഭജിച്ചോളൂ, ഫലം കിട്ടും. ഇങ്ങനെ അതിഥി 12 ദിവസം നല്ലോണം ശ്രദ്ധിച്ചു, പഠിച്ചു, ചെയ്തു, ധ്യാനിച്ചു. എന്തൊക്കെയാ ചെയ്യേണ്ടത് വെച്ചാൽ അത് വേണ്ട രീതിയിൽ ചെയ്തു. എല്ലാവരിലും ഭഗവാനെ കണ്ടു. 13-ാം ദിവസം സമാപിച്ചു. ആ സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ചതുർബാഹു വിഷ്ണു സ്വരൂപനായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ആ ഭഗവാനെ നന്നായിട്ട് നമസ്കരിച്ചു. ദിദിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല, കണ്ഠമിടറി കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സ്തുതിക്കാൻ പറ്റിയത്. യജ്ഞഫലദാതാവായിട്ടുള്ള യജ്ഞമൂർത്തെ, പാപനാശക, ആദിമധ്യാന്തരഹിത, ഞങ്ങൾക്ക് എല്ലാ സുഖങ്ങളും തരണേ, ത്രിഗുണാതീതൻ, സൃഷ്ടിയാദി ചെയ്യുന്ന ആ ത്രിമൂർത്തികൾക്ക് നാഥൻ, ശ്രീപതി, ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അങ്ങനെ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. എൻ്റെ മക്കൾക്കും ജയം കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭഗവാൻ വിഷ്ണു അതിഥി ദേവിയോട് പറഞ്ഞു, വേദമാതാവേ, ദേവമാതാവേ, എൻ്റെ അമ്മേ. വിഷ്ണു ഇനിയിപ്പോൾ പുത്രനായിട്ട് ജനിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ്.
ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് പ്രശ്നിഗർഭൻ, അന്നും അമ്മയാണ്. അപ്പം അതുകൊണ്ട് ദേവമാതാവേ, അവിടുത്തെ ആഗ്രഹം ഇപ്പം എനിക്ക് മനസ്സിലായിരിക്കണു. ഈ പുത്രരുടെ ദുഃഖം, സ്വന്തം ദുഃഖം, അത് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. എനിക്കുള്ള ദുഃഖത്തിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കൾക്ക് ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിക്കും. അതാണ് സ്വതേ അതിൻ്റെ ഒരു നിയമം. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അമ്മ ദുഃഖിക്കണ്ട കേട്ടോ. ഒപ്പം അസുരപത്നിമാർ കരയണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അമ്മ ആഗ്രഹിക്കുന്നു. സ്വർഗം ഭരിക്കാൻ മക്കൾക്ക് സ്വർഗത്തെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ യുദ്ധാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ അസുരന്മാർ മരിക്കും, അവരുടെ പത്നിമാർ കരയും, പുത്രന്മാർ അച്ഛനില്ലാതെ കണ്ട് കരയും. അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അതിൽ അതിഥി പെട്ടു ഈ ഒരു ചോദ്യത്തിലേ. അപ്പം അത് ശരിയല്ല. പിന്നെ ഇപ്പോൾ ബലിയോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ലല്ലോ അമ്മേ, കാരണം ബലി എൻ്റെ ഭക്തനാണ്, ജയിക്കാൻ കഴിയില്ല, അത്രയും പുണ്യമുണ്ട്. കാലം അനുകൂലമല്ല, കാലം അവർക്ക് അനുകൂലമാണ്. അപ്പോൾ കുറച്ച് കാലം ക്ഷമിച്ചേ പറ്റൂ, കാരണം അവർ അത്ര ധർമ്മിഷ്ഠരാണ്. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്, ബ്രാഹ്മണൻ്റെ അനുഗ്രഹമുണ്ട്, ദേവനായിട്ടുള്ള എൻ്റെ അനുഗ്രഹമുണ്ട്. അമ്മോടാ പറയണം കേട്ടോ. ഈ ഭജിച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരം കൊടുക്കേണ്ടതിന് പകരം തടസ്സങ്ങളാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. ഗോപികമാരോട് ആദ്യത്തെ ദിവസം പറഞ്ഞു കൊടുക്കല്. പക്ഷേ അമ്മ ഇത്രയും കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇത്രയും കാലം തപസ് ചെയ്തതിൻ്റെ ഫലം അത് വളരെ നിഷ്കാമമാണ്, ഇത് കാര്യസാധ്യത്തിന് ഉപകരിക്കും. അതുകൊണ്ട് ഈ പയോവ്രതത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. മറ്റെന്തെങ്കിലും വഴി ഞാൻ നോക്കിക്കോളാം. ഭജിച്ചാൽ ഫലം നിർബന്ധമാണ്, ആഗ്രഹം സാധിക്കും. പുത്രരക്ഷ ഞാൻ ചെയ്തോളാം. അതിന് ഞാൻ അതിഥി കശ്യപന്മാർക്ക് പുത്രനായിട്ട് വന്നോളാം. കശ്യപനിൽ എന്നെ കണ്ടുകൊണ്ട് അമ്മ ഭജിച്ചോളൂ, സേവിച്ചോളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്, എന്നെ കണ്ടത്, ഇതൊക്കെ ദേവരഹസ്യമാണ്, ആരോടും പറയണ്ട. ഭഗവാൻ പറഞ്ഞു, ഈ ഞാൻ അങ്ങേക്ക് പുത്രനായിട്ട് വരുമ്പോൾ എത്രത്തോളം സന്തോഷം അങ്ങേക്കൊക്കെ തരാൻ പറ്റുമോ അത് ഞാൻ തന്നോളാം. അതുകൊണ്ട് എന്നെ ഭജിക്കണ്ട, ഇനി ഭർത്താവിനെ ഞാനായിട്ട് കണ്ടുകൊണ്ട് ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. അതിഥി നമസ്കരിച്ചു. അത് കഴിഞ്ഞ പിന്നെ കശ്യപനോട് ഭഗവാൻ എന്നുള്ള രീതിയിൽ പെരുമാറി. ആ രീതിയിലൊക്കെ സന്തോഷിപ്പിച്ചു. കശ്യപൻ വളരെയധികം തൃപ്തനായിക്കൊണ്ട് ഒന്നിങ്ങനെ ധ്യാനിച്ചു. അപ്പോൾ ഭഗവാൻ വന്നത് മനസ്സിലായി, അതിഥിക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഭഗവാനെ തന്നിലേക്ക് അതിഥി ഈ കശ്യപൻ ആവാഹിച്ചു. തൻ്റെ ആ വിഷ്ണു തേജസ്സിനെ അതിഥിയിലേക്ക് ഗർഭാധാനം ചെയ്തു കൊടുത്തു. അതിഥി ഗർഭം ധരിച്ചു, വളർച്ചയെത്തി, അങ്ങനെ പ്രസവിക്കാറ്. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവ് നല്ലോണം സ്തുതിച്ചു. ബ്രഹ്മാവ്, ദേവന്മാർ എല്ലാവരും കൂടി വന്നിട്ട് അതിഥിയുടെ മുമ്പിൽ ഈ ഗർഭസ്ഥിലുള്ള ആ വിഷ്ണുവിനെ നന്നായിട്ട് സ്തുതിച്ചു. അനേകം ലീല കാണിക്കുന്നു, അനേകം അവതാരങ്ങൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ വലിയ കാൽവെപ്പുകളോട് കൂടിയിട്ട് നടക്കുന്നു, ബ്രാഹ്മണഹിതം ചെയ്യുന്നു. ത്രിഗുണ അതീതനായിട്ടുള്ള ഭാവത്തിൽ ഈ സ്വയംഭവ മന്വന്തരത്തിൽ എന്നാണോ സുതപസ് പ്രശ്നി അവർക്ക് മകനായിട്ട് പ്രശ്നിഗർഭനായിട്ട് വന്നത്, അന്ന് മുതൽ ഇന്നിപ്പോൾ ഈ ഇപ്പം അതിഥിയുടെ ഗർഭത്തിലുണ്ടല്ലോ, ഇപ്പോൾ 7ാം മന്വന്തരത്തിലാണ്. അപ്പോൾ ഇന്നും ഇതാ അങ്ങ് എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. വേദങ്ങളായാലും ദേവന്മാരായാലും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവന് അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എല്ലാവരും അങ്ങയെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു, അനുഗ്രഹത്തെ വാങ്ങുന്നു. ഈ നാഭിയിലെ താമരയിലാണല്ലോ ഞാനുണ്ടായത്. അതേപോലെ 3 ലോകവും അങ്ങ് ഞാനായിട്ട് സൃഷ്ടിയാദികൾ ചെയ്യുന്നു. അതേപോലെ ശിവനായിട്ട് സംഹാരാദികൾ ചെയ്യുന്നു, വിഷ്ണുവായിട്ട് പാലനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അന്തര്യാമിയായിട്ട് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. സർവ്വവ്യാപിയാണ്, സാക്ഷിയാണ്. ആദിയില്ല, മധ്യയില്ല, മറ്റേ അന്തല്ല. എന്നാൽ ആദിയിലും ഭഗവാനും ആദിയിലും മധ്യത്തിലും ഒടുക്കവും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഈ ജീവജാലത്തെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഈ നദിയിലൊഴുക്കുന്നതായിട്ടുള്ള പുൽക്കൊടി പോലെ എല്ലാവരും എവിടേക്കാണ് ചെന്ന് ചേരുക? ഒടുക്കം ഭഗവാങ്കലേക്കാണ് ചെന്ന് ചേരുക. നദി തന്നെ എവിടേക്കാണ് ചേരുക? ഭഗവാങ്കലേക്കാണ്. കാരണം വരുണൻ ഭഗവാനാണ്, കടൽ സമുദ്രം വരുന്ന ഭഗവാനാണ്. അപ്പോൾ ഭഗവാങ്കിലേക്കാണ് ചെന്ന് ചേരുകയാണ്. എന്നിട്ടോ ഈ നദിയുടെ സ്വത്വത്തെ മുഴുവൻ ഇല്ലാണ്ടാവും. സ്വത്വം കാണില്ല. ഏത് നദി എന്താ കഥ, വെള്ളം എന്താവെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ജീവജാലങ്ങളെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെയല്ല, എല്ലാവരും എന്നും നമസ്കരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ദേവന്മാർക്കും
അങ്ങയെ മാത്രമേ ആശ്രയിക്കാൻ നിവൃത്തിയുള്ളൂ. ദേവന്മാരോടൊപ്പം ഞാനും അങ്ങയെ ആശ്രയിക്കുന്നു, നമസ്കരിക്കുന്നു. ഇങ്ങനെ നന്നായിട്ട് നമസ്കരിച്ചു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ തൻ്റെ പൂർണ്ണ സ്വരൂപത്തോടു കൂടിയിട്ട്, പൂർണ്ണ ഭാവത്തോടു കൂടിയിട്ട് ഈ അതിഥിയിൽ ചതുർബാഹു വിഷ്ണു സ്വരൂപനായിട്ട്, ചെറിയ ഉണ്ണിയായിട്ട് 2 കൈയോട് കൂടിയിട്ട് വാമന രൂപത്തിൽ അവതരിച്ചു. ദർശനം കൊടുത്തത് ചതുർബാഹു വിഷ്ണു സ്വരൂപത്തിലാണ്. 4 കൈ, താമരക്കണ്ണ്, മഞ്ഞപ്പട്ട, ശ്രീവത്സം, കൗസ്തുഭം, ശ്യാമളസുന്ദര രൂപം, അങ്ങനെ ചതുർബാഹു വിഷ്ണു സ്വരൂപത്തിൽ ദർശനം കൊടുത്തു. എല്ലാവരും നന്നായിട്ട് സ്തുതിച്ചു. അച്ഛനും അമ്മയും പ്രത്യേകം സ്തുതിച്ചു. ആ പ്രകാശം കൊണ്ട് ഇത് ആർക്കും കാണാൻ പോലും സാധിച്ചില്ല. 3 ലോകത്തെയും ശുദ്ധി ചെയ്തു. 3 ലോകത്തും ഇത് സ്വീകരിക്കപ്പെട്ടു. ഈ അവതാരം ശ്രീരാമൻ രാവിലെയാണ് അവതരിച്ചത്, ശ്രീകൃഷ്ണൻ രാത്രിയാണ് അവതരിച്ചത്. ഈ വാമനൻ നട്ടുച്ചയ്ക്കാണ്, അഭിജിത്ത് മുഹൂർത്തം, ആ സമയത്താണ് അവതരിച്ചത്. ചിങ്ങമാസത്തിൽ വെളുത്ത ദ്വാദശി അഭിജിത്ത് മുഹൂർത്തം എന്നാണ്. 11:50 മുതൽ 12:30 വരെ ഏറ്റക്കുറച്ചിൽ, 20 മിനിറ്റേ ഉള്ളൂ അഭിജിത്ത് മുഹൂർത്തം. എന്തായാലും അത്രയും സമയം തിരുവോണം നാളിൻ്റെ ഈ ആദ്യത്തെ 4 നാഴിക, അതേപോലെ തിരുവോണത്തിൻ്റെ മുന്നേയുള്ള ഉത്രാടം നാളിൽ അവസാനത്തെ 15 നാഴിക, അങ്ങനെ 19 നാഴിക സമയമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ അത് കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിൽ, ഉദയാസ്തമനത്തിനനുസരിച്ച് ലേശം വ്യത്യാസങ്ങൾ വരും. ഏകദേശം 11:50 മുതൽ 12:30 വരെ, 12:40 വരെ കണ്ടത്രേ. എന്തായാലും പോട്ടെ, നമുക്ക് അത്ര എടുത്താൽ മതി. അപ്പോൾ 12:15 കഴിഞ്ഞാലുള്ള ആ സമയത്ത് അഭിജിത്ത് മുഹൂർത്തമാണെന്ന് ഓർപ്പിക്കാം. അപ്പം ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളൊക്കെ ശുഭലഗ്നത്തിൽ വിജയ എന്നുള്ള പ്രത്യേകമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഭഗവാൻ അവതരിച്ചു. അപ്പോൾ ദേവന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു. വാദ്യം, ഘോഷം, പാട്ട്, നൃത്തം, ദേവസ്തുതി, മറ്റേ ബ്രാഹ്മണസ്തുതി, സൂതമാഗത വന്തികളുടെ സ്തുതി, വേദ സൂക്താദികളെല്ലാം ചെയ്തു എല്ലാവരും. ബ്രാഹ്മണാദികൾ, പിന്നെ ദേവന്മാരെ, മനുക്കൾ, പിതൃക്കൾ, അഗ്നി, എല്ലാവരും നന്നായിട്ട് സ്തുതിച്ചു. അതിഥി കശ്യപന്മാർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ഭഗവാനും അതേപോലെ എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് അതിഥി കശ്യപന്മാരെ പുകഴ്ത്തിക്കൊണ്ടും അങ്ങനെ ജയ ജയ നാരായണ എന്നെല്ലാവരും പറഞ്ഞു. പിന്നെ ഭഗവാൻ തൻ്റെ രൂപത്തെ ചെറുതാക്കി. ഇപ്പോൾ ഒരു 4-5 വയസ്സുള്ള പ്രായം, ആ സമയത്താണ്, ബാലനാണ്. ആ വാമന ബാലനെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. പ്രായത്തിനനുസരിച്ച് എല്ലാവരും ഭഗവാന് വേണ്ടിയിട്ട് പലതും സമർപ്പിച്ചു. അങ്ങനെ കശ്യപൻ ഈ ഉണ്ണിക്ക് 5 വയസ്സായപ്പോൾ സദ്യ ഉപനയനം കഴിക്കണം. അപ്പോൾ അതിന് പ്രായ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ കണക്കിനനുസരിച്ച് എത്രയാച്ച ആയിക്കോട്ടെ. ഏതായാലും ബ്രാഹ്മണൻ ബാലനായതുകൊണ്ട് 5 വയസ്സ് കഴിഞ്ഞാൽ മറ്റേ ആ സമയത്താണ് ഉപനയിക്കുക. അപ്പോൾ 5 വയസ്സിന് മുന്നേ ആയിട്ട്, 5 വയസ്സ് കഴിഞ്ഞിട്ട് 6 വയസ്സിന് മുന്നേ ആയിട്ടാണ്. 6 to 7 പാടില്ല, അങ്ങനെ ഒരു കണക്കുണ്ട്. ഒരു കൊല്ലം 5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സിൻ്റെ ഉള്ളിലാച്ചാലാവാം. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വയസ്സ് വരെ പാടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ 15 വയസ്സ് വരെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഈ 5 വയസ്സായിട്ടുള്ള ഉണ്ണിയെ അപ്പോൾ ഉപനയനം ചെയ്യിച്ചു. കശ്യപൻ തന്നെ ഉപനയനം നടത്തി. ബൃഹസ്പതി പൂർണ്ണനൂല് ഇട്ടുകൊടുത്തു. സൂര്യൻ ഗായത്രി ഉപദേശിച്ചു. കൗപീനം, ഒരു കോണകം, അത് അതിഥി കൊടുത്തു. കശ്യപൻ മറ്റേ മുഞ്ചപ്പുല്ല്, മേഖല ഒക്കെ കൊടുത്തു. ഓലക്കുട അന്തരീക്ഷ ദേവത കൊടുത്തു. കൃഷ്ണാജനം ഭൂമി സമർപ്പിച്ചു. പിന്നെ ബ്രഹ്മാവ് കമണ്ടൽ കൊടുത്തു. ചന്ദ്രൻ ഒരു ദണ്ട് കൊടുത്തു. യമനും ഒരു ദണ്ട് കൊടുത്തു. പിന്നെ സരസ്വതി ജപമാല കൊടുത്തു. സപ്തർഷികൾ ദർഭപുല്ല്, കുശപ്പുല്ല് ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്തു. ഭിക്ഷാപാത്രം കുബേരൻ കൊടുത്തു. ഭിക്ഷ പാർവതിയും കൊടുത്തു. ഇങ്ങനെ എല്ലാം കിട്ടിയതായിട്ടുള്ള ഭഗവാൻ വിസ്തരിച്ച ചമത ഇടുക അല്ലെങ്കിൽ സമിത ഇടുക എന്നൊക്കെയാണ് പറയുക. അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ശുക്രാചാര്യര് ഈ ബലിയെ കൊണ്ട് 100ാമത്തെ യാഗം, അശ്വമേധ യാഗം ചെയ്യാണ്. ആ യാഗശാലയിലേക്ക് ചെല്ലുകയാണ്. യാഗശാലയിലേക്ക് ചെല്ലുന്ന സമയത്ത്, ഈ നടത്തത്തിൻ്റെ സമയത്ത് ഇവരെല്ലാവരും പിന്നാലെ പോയി. നർമ്മദാ നദീതീരത്താണ് ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് ബലി യാഗം ചെയ്യാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വലത്തെ കാലി വെച്ചപ്പോൾ, വാമനൻ വലത്തെ കാലി വെച്ചപ്പോൾ വലത്ത് ഭാഗം ചെരിഞ്ഞു താഴേക്ക് പോയി. ഇടത്തെ കാലി വെച്ചപ്പോൾ ആ ഭാഗം താഴത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരുടെയും ഈ ബഹളത്തോട് കൂടിയിട്ടുള്ള വരവ്, അന്തരീക്ഷത്തിലൊക്കെ നിറച്ച് പൊടിയായി. അതീവ തേജസ്സാണ്. എത്ര തേജസ് മനസ്സിലായി, വലിയൊരു തേജസ്. ഈ ബലിയുടെ യാഗത്തിലുള്ള എല്ലാവരും യജ്ഞപത്നിമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും യജമാന പത്നിമാരെ അവരൊക്കെ ഉണ്ട്, എല്ലാവരും കാണുക. പൗരജനങ്ങളൊക്കെ വലിയൊരു തേജസ് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. ഇതെന്താ, ഇങ്ങനെ സൂര്യനാണോ അഗ്നിയാണോ സനൽകുമാരനാണോ, വല്ലാത്തൊരു സംശയമായി. അപ്പോഴേക്കും ഭഗവാൻ വടുവാമന രൂപത്തിൽ അവിടെ
ചെന്നു. അപ്പോൾ ഭഗവാന് പ്രത്യേകമായിട്ടുള്ള സ്വീകരണങ്ങൾ, പൂജകൾ, കാലിയഴിക്കൽ, എന്തൊക്കെയാ വേണ്ട വെച്ചാൽ അതൊക്കെ. ഭഗവാൻ ആരാണെന്ന് അറിയില്ല. ഈ ഉപനിഷുണ്ണി എന്ന് മാത്രമേ കണക്കാക്കിയുള്ളൂ, ബ്രാഹ്മണ ബാലൻ എന്നേ കണക്കാക്കിയുള്ളൂ. തേജസ്സിന്റെ ആ ഒരു പ്രഭ കൊണ്ട് സ്വീകരിക്കലൊക്കെ ലേശം കേമാക്കി. അതീവ സൗന്ദര്യം, വടിവത്തവയോ, കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. ബലി പ്രത്യേകമായിട്ടൊരു സിംഹാസനമൊക്കെ കൊണ്ടുവന്ന് അതിലിരുത്തി സ്വാഗതം ചെയ്തു, കുശലം പറഞ്ഞു, പാദം കഴുകി, ആ പാദതീർത്ഥം സ്വീകരിച്ചു, തലയിലും പിന്നെ അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് പൂജിച്ചു. പരമഭക്തനായിട്ട് ഭാഗവതൻ തന്നെ അദ്ദേഹം. അതുകൊണ്ട് ഭഗവാനും കണക്കാക്കി ഈ ഭാഗ്യം എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, അറിഞ്ഞോട്ടെ. ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനൽകുമാരൻ, കപിലൻ, മനു, പ്രഹ്ലാദൻ, ബലി, ജനകൻ, ഭീഷ്മർ, യമൻ, ശ്രീശുകൻ, ഇവരെല്ലാവർക്കും ഭഗവാന്റെ ഈ ലീലകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ ബലിയും ഇതിൽ പെട്ടത് തന്നെയാട്ടോ. പക്ഷേ അപ്പം മനസ്സിലായിട്ടില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഏതായാലും ബലി പറഞ്ഞു, അല്ലയോ ബ്രഹ്മചാരി, ഇവിടെ ഭഗവാനാന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കണതിൻ്റെ മുന്നത്തെ കാര്യമാണ്. ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഞാൻ എന്താ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? അങ്ങ് തപസ്വരൂപൻ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നുവെച്ചാൽ ഭഗവാൻ വിഷ്ണുവാണെന്ന് മനസ്സിലായി. അതാണ് തപസ്വരൂപൻ ഭഗവാനാണ്. അതേപോലെ ഇന്നിതാ എൻ്റെ പിതൃക്കളൊക്കെ തൃപ്തരായിരിക്കുന്നു, വംശം പാവിതമായിരിക്കുന്നു, പവിത്രമായിരിക്കുന്നു, യാഗസ്ഥലം ശുദ്ധമായിരിക്കുന്നു, യാഗം സഫലമായിരിക്കുന്നു. വിഷ്ണു വന്നു കഴിഞ്ഞാൽ യാഗം സഫലമായി. ഹോമാഗ്നി അംഗീകരിക്കപ്പെട്ടു, ഭൂമി ശുദ്ധമായി. അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഈ സമയത്ത് യാഗസമയത്ത് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടിയല്ല, എത്രയോ 100 ഇരട്ടി പുണ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് വിഷ്ണുവിനാണ്. അപ്പോൾ ഈ 100 യാഗത്തിൻ്റെ ഫലം 100 ഇരട്ടിയായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങ് എന്താണോ വേണ്ട വെച്ചാൽ ആവശ്യപ്പെട്ടുള്ളൂ. പശു വേണോ, സ്വർഗം വേണോ, സ്വർണം വേണോ, കന്യക വേണോ, ആന വേണോ, വാഹനം വേണോ, ഗൃഹം വേണോ, ഗ്രാമം, ഭൂമി, അങ്ങ് എന്താണോ ആവശ്യപ്പെടുന്നത്, പൂജ്യരിൽ പൂജ്യനായിട്ടുള്ള അങ്ങേക്ക് ഞാൻ എന്തും തരും എന്ന് പറഞ്ഞ് തൻ്റെ കേമത്വവും ഈ നിസ്സാരതയും ബലിയാൽ പറയപ്പെട്ടു. പക്ഷേ ബലി വിശേഷണമായിട്ട് പറഞ്ഞത് അങ്ങ് ഈ ഫലപ്രദൻ ആണ്, ഫലദൻ ആണ്, യാഗഫലദൻ ആണ്. അപ്പം അത് ശരിയാണ്. ഇനി കാരണം അങ്ങയ്ക്ക് മാത്രമേ എന്ത് അറിയുള്ളൂ, അങ്ങ് ആരാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങയെ ഞാൻ സൽക്കരിക്കുന്നു, പൂജിക്കുന്നു. അങ്ങ് ആവശ്യപ്പെട്ടോളൂ, ഞാൻ തരാം. അതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കണം. പാദതീർത്ഥം സ്വീകരിച്ചതിന് ശേഷമാണ് അതൊക്കെ കണക്കാക്കണം. അങ്ങനെ പറഞ്ഞവിടെ വെച്ചു. ഇനി ഭഗവാനും ബലിയും തമ്മിലുള്ള സംവാദം തൊട്ടാണ് ആ 19ാമത്തെ അധ്യായത്തിൽ തൊട്ട് വായിക്കേണ്ടത്. നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.